യെസ്, അപ്പോൾ നമ്മൾ കാത്തിരുന്ന 10,000 രൂപ, ഇനി ഒരു 10,000 കൂടെയാണ് നമ്മുടെ ഈരാറ്റുപേട്ടയ്ക്ക് ദ ഗ്രാൻഡ് പഴയരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്മാനമായിട്ട് നൽകാനുള്ളത്. അപ്പോൾ ഇല്യാസ്ക പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാം അല്ലേ? റെഡി? യെസ്. ആങ്കർ ചെയ്ത ആൾ പറഞ്ഞ പോലെ 10,000 രൂപയുടെ സമ്മാനം ഉണ്ട് ഇപ്പോൾ. പക്ഷെ അത് കൂടാതെ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നല്ലൊരു സ്കൂട്ടിയും 5 ഡയമണ്ട് മോതിരങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് വരണ്ട കേട്ടോ, അത് പർച്ചേസ് സമയത്ത്. ഓക്കെ, വീട്ടിൽ പോയിട്ട് എല്ലാവരും ഫാമിലി കൂട്ടി വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നറുക്കെടുപ്പിൽ പോയാലോ? ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ 10,000ന്റെ ഭാഗ്യവതി അല്ലേ? ഞാനാണ് എടുക്കേണ്ടത്. ആ പടച്ചോനെ, ഫ്രണ്ട് ഇരിക്കണിക്കാക്ക് എന്നെ കിട്ടട്ടെ, എൻ്റെ ആഗ്രഹം. വല്ല എഴുതി വിട്ടായിരുന്നാ? ഇട്ടിട്ടുണ്ടാ? ഓ, എവിടെ എനിക്കാ കിടക്കണത്? അപ്പി എടുക്കണം, നോക്കിയെടുക്കാം കേട്ടോ. പടച്ചോനെ പ്രാർത്ഥിക്കുകയാണ് എനിക്കാക്ക് എന്നെ കിട്ടട്ടെ എന്നാണ്. ഒന്ന് ഷഫിൾ ചെയ്യട്ടെ, ബാക്കി എല്ലാവരും അടിയിൽ പോട്ടെ. നമ്മുടെ കഷ്ടപ്പല്ലേ ഇരിക്കാൻ വരട്ടെ. പടച്ചോനെ അള്ളാഹുവേ. ആ, ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. 2 ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. ആ KPM അല്ലാക്ക് തന്നെ. KP സാലി നടക്കലി. അൽഹംദുലില്ലാ, ഇതൊരു കുതിരത്താണ് കേട്ടോ. ഇതെന്താ ഒരു ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് തന്നെ വന്നു. അപ്പൊ പടച്ചോന്റെ ഒരു കൃപ, അദ്ദേഹത്തിന് ഒരു സമ്മാനം, ഒരു 10,000 രൂപ കിട്ടണമെന്ന് പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതിലെഴുതിയേക്കണം. ഇനി കൂടുതലൊന്നും നമ്മൾ 9 ആ 20 ആ 74 ആ 29 6 അൽഹംദുലില്ലാ. അപ്പോൾ എന്താ പറയുക, വൈദ്യം കൽപ്പിച്ചത് രോഗി ഇച്ഛിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര അതിശയിപ്പ് കേട്ടോ. ഞാൻ അറിയാതെ പറഞ്ഞിട്ട് നാവിൽ ഞാൻ പറഞ്ഞാൽ ഇക്കാക്ക് തന്നെ കിട്ടെ. കാരണം ഇരിപ്പൊക്കെ കണ്ടപ്പോൾ പടച്ചോനെ ഒരു 10,000 രൂപ ഇക്കാക്ക് കിട്ടട്ടെ, ബാക്കി എല്ലാവരും അല്ലേ? അപ്പം ആയിക്കോട്ടെ. ഓ, ഇത് ഭയങ്കര അതിശയിപ്പ് കേട്ടോ. ഇത് എന്താ പറയുക, അത് ഇക്കയാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യവാൻ കേട്ടോ. ഈ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവാൻ ഇക്കയാണ്. ഒരെണ്ണേ ഉള്ളായിരുന്നു, അത് ഇക്കാക്ക് തന്നെ അടിച്ചു. എന്ത് പറയും, ഈ ഭാഗ്യം കിട്ടിയപ്പോ എന്ത് പറയണം? ഈ ഇത് വിജയിക്കണം. ഇത് വിജയിക്കണം. ഇത് വിജയിച്ചു കഴിഞ്ഞു, ഇനി വിജയിച്ചു കൊണ്ടേയിരിക്കും. വിജയശ്രീലാളിതനായി നമ്മുടെ പഴയരി ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ ഏറ്റവും വലിയ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഏറ്റവും വലിയ സ്വർണം മേടിക്കാൻ ഇവിടെയുള്ളൂ വരുവുള്ളൂ. അത്രേ ഉള്ളൂ. ഇക്കടെ 10,000 രൂപ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, കൂപ്പൺ കൊടുത്തു കഴിഞ്ഞു. ആശുപത്രിയിലെ സെക്രട്ടറി ആണല്ലേ? അടിപൊളി. നല്ല മനസ്സ് നല്ലതാണ് കേട്ടോ. നല്ല മനസ്സാണ്, നല്ലൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ പടച്ചോൻ ഇങ്ങനെ ഒരു കൃപ കൊടുക്കത്തില്ല. ഓക്കെ, എന്തായാലും ഭയങ്കര സന്തോഷമാണ്. വേറെ ആര് കിട്ടിയാലും ഇത്ര സന്തോഷം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. ഇക്കാക്ക് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആഗ്രഹിച്ചതാണത്. ഞാൻ കയറി വരുന്ന വഴിക്ക് എന്നെ ഒരു നീട്ടിയൊരു വിളി. ആ വിളിയിൽ ഞാൻ ഒന്നും പറയാനില്ല, എല്ലാവർക്കും സന്തോഷമാണ്. അതെ, പൊതുവേ ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യമേ, ഈ കട ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നറുക്കെടുപ്പ് ഇവിടെ ഉള്ളവർക്ക് മിക്കവർക്കും അറിയാം. കുന്നപ്പള്ളി സാലിക്കാക്കാക്ക് അതിനകത്തൊരു കൂടുതൽ തവണയും നറുക്കെടുക്കാറുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? ശരിയല്ലേ? കുന്നപ്പള്ളി സാലിക്ക് അല്ലേ പല കടയിൽ നിന്ന് നറുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഏതായാലും സന്തോഷം. അപ്പൊ കൊടുക്കാം, സമ്മാനം കൊടുക്കാം. ഓക്കെ, 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ആ ആ ആ അവിടെ കൊടുത്തു. വലുത് അതെ, ഇതും കൊണ്ട് ബാങ്കിൽ പോരുത് കേട്ടോ. ഇതിന്റെ വേറെ ഒരെണ്ണം ഒറിജിനൽ തരും. ആ അടിപൊളി അടിപൊളി, നല്ലൊരു കൈയ്യടി കൊടു. ഇതാണ് ഭാഗ്യവാൻ, ഇതാണ് ഭാഗ്യവാൻ. ഓക്കെ, ഇനി അങ്ങോട്ട് കയറിക്കോട്ടെ കേട്ടാ. എല്ലാ നറുക്കെടുപ്പിലും പങ്കെടുത്തോ. ക്രിസ്മസ് ബമ്പറൊക്കെ എടുത്തോട്ടോ, ന്യൂ ഇയറൊക്കെ എടുത്തോ. പടച്ചോന്റെ കൃപ കൊണ്ട് കോടീശ്വരനാകാം ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ആ